ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് എല്ലാവർക്കും പരിചിതമാണ്. കാരണം നമ്മൾ നേരത്തെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പലഹാരമാണിത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ ഐറ്റംസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ ആരും അങ്ങനെ സ്ഥിരമായി ഉണ്ടാക്കുന്നൊന്നും തോന്നുന്നില്ല. ഞാനും അങ്ങനെയാണ്. നേരത്തെ ഞാനിത് എപ്പോഴും എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു മക്കളൊക്കെ വരുന്ന ആ ഒരു സമയമാകുമ്പം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തെടുക്കാനായിട്ട് ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്നൊരു പലഹാരമായിരുന്നു കേട്ടോ. അപ്പം ഇത് പലഹാരം എന്ന് പറയുമ്പോൾ വലിയൊരു ഇതല്ല, നമുക്ക് നിമിഷങ്ങൾക്കകം നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്സാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 3 മുട്ടയാണ് ചേർക്കുന്നത്. 3 മുട്ട ഞാൻ നല്ല പോലെ നമ്മൾ അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് മുട്ടയുടെ ഇത് നല്ല കട്ടിയായിട്ട് വേണം, ഇതിൻ്റെ 2 സൈഡും നല്ല പോലെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടാം. ഇനി നമ്മൾ പാലും കൂടെ മിക്സ് ചെയ്ത് ഇതാക്കുന്നതുകൊണ്ട് ഇതിന് മുട്ടയുടെ മണം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ മുട്ടയുടെ ആ ഒരു മണം നമുക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇച്ചിരി മുട്ടയുടെ അളവ് കൂട്ടാം. അല്ല സാധാരണയാണ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവ് എടുത്താൽ മതിയാകും. മുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഷുഗർ ചേർക്കണം. ഷുഗർ നമുക്ക് നമ്മുടെ അളവിന് ചേർക്കാം. കുറച്ച് ഷുഗർ മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. ഇച്ചിരി മധുരം നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഷുഗർ ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അടിച്ച് എടുക്കണം. അതിനകത്തോട്ട് നമ്മൾ പിന്നെ ചേർക്കേണ്ടത് പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ പാലിൻ്റെ അളവ് കുറേശ്ശെ അടിച്ച് നമ്മൾ നോക്കുക. ഇതിൻ്റെ ഈ ഒരു കുറുങ്ങുന്ന പോലെ വേണ്ട, കുറച്ച് എന്നാൽ ഒത്തിരി കട്ടിയും പാടില്ല, എന്നാൽ ഒത്തിരി ലൂസും ആവാത്ത ഈ ഒരു ടെക്സ്ചറിൽ വരുന്ന പോലെ നമ്മൾ പാല് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ അടിച്ച് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടറോ എണ്ണയോ നെയ്യോ ഏതാണെങ്കിൽ നമുക്ക് പാനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ബ്രഷ് കൊണ്ട് ചെയ്യുന്നവർക്ക് ബ്രഷ് കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുളിച്ച് കൊടുക്കും. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടത് ബ്രെഡ് 2 സൈഡും നമ്മൾ ഇതിനകത്തോട്ട് മുക്കുക. 2 സൈഡും നമ്മൾ മുക്കിയതിന് ശേഷം നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് 4 എണ്ണം ഒക്കെ, നമുക്ക് വലിയ പാനാണെങ്കിൽ 4 എണ്ണം വെക്കാം, അല്ലാത്ത 3 എണ്ണം വെക്കാം. അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ വരുന്നത് നമ്മൾ ഷുഗർ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ബ്രൗൺ കളറാണ് ഇത് വരുന്നത് കേട്ടോ. അങ്ങനെ നമുക്കിത് 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മറന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മിൽക്കും ആ ഇതിൻ്റെയും മുട്ടയുടെയും എല്ലാം ആ ഒരു ടേസ്റ്റും, അതുപോലെ തന്നെ ഈ ബ്രെഡ് നല്ല പോലെ സോഫ്റ്റും കൂടെ ആയിരിക്കും. അപ്പോൾ ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഏലക്കായിട്ട ചായയാണ്. അതിനോടുകൂടെ നമുക്ക് ഇന്ന് 4 മണിക്ക് നമുക്ക് ഈ സ്നാക്സ് കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.